ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 4.5 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏരിയ പറയുന്നത് 4.5 ആണ്. ഏരിയ 4.5. ഏരിയ 4 ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഏരിയ 4 ആണെങ്കിൽ എന്താണ്, സൈഡ് നമുക്ക് ഒരു സ്ക്വയർ വരയ്ക്കാം. എത്രയായിട്ട്? സൈഡ് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ട് ഒരു സ്ക്വയർ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ഓട്ടോമാറ്റിക് എന്തായാലും 4 ആയിരിക്കും. ആ 4, 16, 25 ഇതൊക്കെ വരയ്ക്കാൻ എളുപ്പമാണ്. ഇത് സൈഡ് 4 എടുത്താൽ മതി, ഇത് സൈഡ് 5 എടുത്താൽ മതി. പക്ഷേ ഇത് നമ്മൾ സൈഡിൻ്റെ ബേസിലല്ല നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ സ്ക്വയറിൻ്റെ ഏരിയ ഡിസ്കസ് ചെയ്തത് ഡയഗണലിൻ്റെ സ്ക്വയറിൻ്റെ ഹാഫ് ആയിട്ടാണ്. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഡയഗണൽ സ്ക്വയർ ആണ്. അപ്പോൾ ഹാഫ് ഓഫ് ഡയഗണൽ സ്ക്വയർ ഏരിയ എന്തായിരുന്നു? 4.5 ആണ്. സ്വാഭാവികമായിട്ടും ഡി സ്ക്വയർ ഡയഗണൽ സ്ക്വയർ എന്ന് പറയുന്നത് 4.5ൻ്റെ ഡബിൾ ആയിരിക്കും, 9 ആയിരിക്കും. അത് ഡയഗണൽ എത്രയായിട്ട് വരും? 9ൻ്റെ റൂട്ടായിട്ട് വരും, 3 ആയിരിക്കും. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഡയഗണൽ സ്ക്വയർ വരച്ചാൽ മതി. ഇത് നമ്മൾ വരയ്ക്കാൻ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് 3 സെൻറ്റിമീറ്റർ ഡയഗണൽ സ്ക്വയർ വരയ്ക്കുകയാണ്. ആദ്യം ഒരു ഡയഗണൽ വരയ്ക്കുക, അതേ ഡയഗണൽ പെർപെൻഡിക്കുലറായിട്ട് ഡയഗണൽ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് ജോയിൻ ചെയ്താൽ നമുക്ക് കഴിഞ്ഞ കൺസ്ട്രക്ഷൻ ക്വാഡ്രിലേറ്ററിൽ പഠിച്ചതാണ്. ഒരു സ്ക്വയർ കിട്ടും, അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? 4.5 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ നോൺ സ്ക്വയർ റോംബസ് ഓഫ് ഏരിയ 9 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇപ്പോൾ സ്ക്വയർ റോംബസ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എത്ര എടുത്താൽ മതി? സൈഡ് 3 എടുത്താൽ മതി. അപ്പോൾ സ്ക്വയർ റോംബസ്, സ്ക്വയർ ആയിട്ടുള്ള റോംബസ് കിട്ടും. പക്ഷേ സ്ക്വയർ അല്ലാത്ത ഒരു റോംബസ് ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ റോംബസിൻ്റെ ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ്? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 എന്നുള്ള രൂപത്തിൽ പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽ. രണ്ട് ഡയഗണൽ ഡിഫറെൻ്റ് ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും പക്ഷേ. അപ്പോൾ ഹാഫ് ഇൻറ്റു D1 D2 ഈസ് ഈക്വൽ ടു 9. D1 D2 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് 9 ഡബിൾ ആയിരിക്കും, 18. അപ്പോൾ D1 D2 എന്നുള്ള പ്രോഡക്റ്റ് 8 ആകുന്ന സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. പ്രോഡക്റ്റ് 8 ആകുന്ന സിറ്റുവേഷൻ, ഒന്ന് 6 എടുക്കാം, ഒന്ന് 3 എടുക്കാം. അപ്പോൾ പ്രോഡക്റ്റ് എത്ര വരും? 18 വരും. ഇനി അതല്ല, നമുക്ക് എന്തെടുക്കാം? 9 എടുക്കാം, 2 എടുക്കാം, പ്രോഡക്റ്റ് 18 വരും. ഇനി അതല്ലെങ്കിൽ 18ഉം 1ഉം എടുക്കാം, അപ്പോഴും പ്രോഡക്റ്റ് 18 വരും. ഇനി ഇതേപോലെ അല്ലാത്ത ഡെസിമൽ ഫ്രാക്ഷൻ വരുന്ന നമുക്ക് എടുക്കാം. പക്ഷെ നമ്മളിവിടെ കൺസിഡർ ചെയ്ത് കൗണ്ടിങ് നമ്പേഴ്സ് കൺസിഡർ ചെയ്തത് മാത്രം. അപ്പോൾ എങ്ങനെയാണ് 6ഉം 3 എന്നുള്ള വരയ്ക്കുക? ഇത് നമ്മൾ കഴിഞ്ഞ കൺസ്ട്രക്ഷനിൽ പഠിച്ചതാണ്. ആദ്യം എന്ത് ചെയ്യുക? 6 വരയ്ക്കുക, പിന്നെ എന്ത് ചെയ്യുക? 3 വരയ്ക്കുക. പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു നോൺ സ്ക്വയർ റോംബസ് കിട്ടും. ഏരിയ 18 ആയിരിക്കും. ഇനി 9 2 ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് 9ൽ വരയ്ക്കുക, എന്നിട്ട് അടുത്ത് 2ൽ വരയ്ക്കുക. പെർപെൻഡിക്കുലറായിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നോൺ സ്ക്വയർ റോംബസ് കിട്ടും. ഏരിയ എത്രയായിരിക്കും? ഏരിയ അപ്പോഴും എത്രയായിരിക്കും? 18 ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ 18 1ആയിട്ടും നമുക്ക് വരയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് എ റോംബസ് ഈസ് 216 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് one diagonal is 24 centimeters. Compute the following measurements of this rhombus. Length of the second diagonal കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏരിയൻ്റെ ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഹാഫ് ഇൻറ്റു D1 D2 ആണ് ഏരിയ തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് 216. ഹാഫ് ഇൻറ്റു 1 diagonal is given 24. അപ്പോൾ D1 പകരം 24 കൊടുക്കുക. ഇൻറ്റു അവിടെ എന്തുണ്ട്? D2 ഉണ്ട്, ഈസ് ഈക്വൽ ടു 216. 24ഉം 2 ക്യാൻസൽ ചെയ്ത് 12 എഴുതാം. 12 D2 ഈസ് ഈക്വൽ ടു 216. സ്വാഭാവികമായിട്ട് D2 ഈസ് ഈക്വൽ ടു 216 ഡിവൈഡ് ബൈ എന്ത് വരും? 12 വരും. എന്നാൽ 2 കൊണ്ട് കട്ട് ചെയ്യുക. 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 6 വരും. 2 കൊണ്ട് ഇവിടെ കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 ബാക്കി 0 ആൻഡ് 16ൽ എന്ത് വരും? 18 വരും, 8 വരും. അപ്പോൾ 108/6, 108/6 ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 166 4 18ൽ 8648 വരും. ദെൻ കറക്റ്റായിട്ട് നമുക്ക് 18 കിട്ടും. ദെൻ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് ഡയഗണൽ ഈസ് 18 കിട്ടി. ലെങ്ത് ഓഫ് എ സൈഡ് കണ്ടുപിടിക്കണം. സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ ചെയ്യും?
അപ്പോൾ നമുക്ക് 2 ഡയഗണലും കിട്ടിയിട്ടുണ്ട്. ഒന്ന് 24 ആണ്. അപ്പോൾ നമുക്ക് ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, 12 എഴുതാം. ഇത്രയും പാർട്ട് 12 എഴുതാം, ഹാഫാണല്ലോ. പിന്നെ 18 ആണ് അടുത്ത ഡയഗണൽ. അപ്പോൾ ഈ ഡയഗണൽ 18 ആണെങ്കിൽ ഇത്രയും പാർട്ട് എന്ത് എഴുതാം, 9 എഴുതാം. അപ്പോൾ ഈ ലെങ്ത്താണ് സൈഡായിട്ട് വരിക. സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇവിടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. 9 സ്ക്വയർ പ്ലസ് വാട്ട് 12 സ്ക്വയർ. 9 സ്ക്വയർ ഈസ് വാട്ട് 81, 12 സ്ക്വയർ ഈസ് വാട്ട് 144. ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് വാട്ട് 144ഉം 81 ആഡ് ചെയ്യുമ്പോൾ 225 കിട്ടും. ആൻഡ് ദ റിസൾട്ട് ഈസ് 15. അപ്പോൾ നമുക്ക് സൈഡ് എത്ര കിട്ടി, 15 കിട്ടി. സൈഡ് 15. പെരിമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 15ഉം 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 കൂട്ടിയ 4 ഇൻറ്റു 15 ആണ് പെരിമീറ്റർ. 2 ഇൻറ്റു 15 30, 4 ഇൻറ്റു 15 60 വരും. അപ്പോൾ കിട്ടി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൈഡ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൈഡ്സ് കാണാൻ നമുക്ക് പാരലോഗ്രാമിന് ഉപയോഗിക്കുന്ന ഏരിയയുടെ ഇക്വേഷൻ ഒരു സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദ സൈഡ്സ്, പാരലൽ സൈഡ്സ്, ആ ഇക്വേഷൻ ഉപയോഗിക്കുക. പാരലോഗ്രാമിന് ഇക്വേഷൻ ഉപയോഗിക്കുമല്ലോ. 1 സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റ് എന്തായി മാറി, 216 ആയി മാറി. ബേസ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് 15 ഇൻറ്റു ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, ഈസ് ഈക്വൽ 216 വരും. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 216/15. 216/15. ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ 5 കൊണ്ടല്ല 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുക. 2 + 1 + 6 എന്ന് പറഞ്ഞ നമ്പർ, 2 + 1 3, 3 + 6 9. അപ്പോൾ ഇതിൻ്റെ ഈ നമ്പേഴ്സ് ആഡ് ചെയ്താൽ 9 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 3ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ യു ഗെറ്റ് ഹിയർ 5 ആൻഡ് ഹിയർ 72 കിട്ടും. 7 3 21, 2 3 6. അപ്പോൾ 72/5 ഡിവൈഡ് ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്യാൻ എളുപ്പം. ഇതൊരു ഡബിളായിട്ട് ഈ ഫ്രാക്ഷൻ ഡബിൾ ആക്കുക. 5 ഉള്ളോർത്ത് 10 വന്നാൽ ഈ ഡിവിഷൻ പെട്ടെന്ന് ചെയ്യുക. 72 ഉള്ളോർത്ത് എന്തായി മാറും, 144 ആയി മാറും. അപ്പോൾ 144/10 ദാറ്റ് ഈസ് 14.4 എന്നുള്ള ഡിജിറ്റ് പെട്ടെന്ന് കിട്ടും.